ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. ഇന്ത്യയെ ഏറ്റവും വലിയ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാക്കുന്നതിൽ കാർഷിക മേഖലയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷകരും യുവജനങ്ങളും അടക്കമുള്ളവരാണ് വികസിത ഇന്ത്യയുടെ ശക്തമായ തൂണുകളെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. PM കിസാൻ സമ്മാൻ നിധിയുടെ 17ാം ഗഡുവിന്റെ വിതരണോദ്ഘാടനം വാരാണസിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. തുടർച്ചയായി 3ാം തവണയും പ്രധാനമന്ത്രിയായി അധികാരമേറ്റതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ മണ്ഡല സന്ദർശനമാണിത്. 9,26,00,000 കർഷകർക്ക് 20,000 കോടിയിലധികം രൂപയാണ് വിതരണം ചെയ്തത്. സ്വയം സഹായ സംഘങ്ങളിലെ 30,000 വനിതാ കർഷകർക്ക് കൃഷി സഖികൾക്കുള്ള സാക്ഷ്യപത്രവും പ്രധാനമന്ത്രി കൈമാറി. ഗംഗാ ആരതിയിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി കാശി വിശ്വനാഥ ക്ഷേത്രത്തിലും ദർശനം നടത്തി. നാളെ ബീഹാർ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നളന്ദ സർവകലാശാലയുടെ രാജഗിരിയിലുള്ള ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്യും. PM കിസാൻ പദ്ധതിയുടെ 17ാം ഗഡു വിതരണത്തോടനുബന്ധിച്ച് കുമരകത്ത് നടന്ന കിസാൻ സമ്മേളനം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ കേന്ദ്ര സർക്കാർ പിന്തുണയോടെ കാർഷിക മേഖലയുടെ ആധുനികവൽക്കരണം നടന്നുവരികയാണെന്ന് കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. വെള്ളിയാഴ്ച നടക്കാനിരിക്കുന്ന അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികളുമായി കേന്ദ്ര സർക്കാർ കാഴ്ച പരിമിതർക്ക് യോഗ പഠിക്കാനും പരിശീലിക്കാനും സഹായിക്കുന്ന ബ്രെയിൽ ലിപിയിലുള്ള യോഗ പ്രോട്ടോകോൾ പുസ്തകം കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. 10ാമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തോടനുബന്ധിച്ച് ഈ മാസം 21-ന് ശ്രീനഗറിൽ നടക്കുന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി പ്രധാനമന്ത്രി യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഗ്രാമപ്രധാൻമാർക്ക് കത്തയച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 30-ന്. തുടർച്ചയായി 3ാം തവണയും പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരമേറ്റ ശേഷം പ്രക്ഷേപണം ചെയ്യുന്ന മൻ കി ബാത്തിന്റെ ആദ്യ പതിപ്പായിരിക്കും ഇത്. മൻ കി ബാത് പ്രതിമാസ റേഡിയോ പരിപാടി ആസ്പദമാക്കി സംഘടിപ്പിക്കുന്ന ക്വിസ് മത്സരത്തിന്റെ 3ാം പതിപ്പിന് നാളെ തുടക്കമാകും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ക്വിസ് മത്സരത്തോടൊപ്പം വായനാ ദിന പരിപാടിയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഗോത്രവർഗ കുടുംബ കേന്ദ്രങ്ങളെ കോളനികളെന്ന് വിശേഷിപ്പിക്കുന്നത് ഒഴിവാക്കുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. ഉന്നതി എംപവർമെന്റ് സൊസൈറ്റി ഓഫീസ് നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നോളജ് സിറ്റി പ്രഖ്യാപനവും തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പട്ടികവർഗ കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങൾക്ക് കോളനി എന്ന പേര് നൽകുന്നതിന് പകരം എന്ത് പേര് വേണമെന്ന് ആ പ്രദേശത്തുള്ളവർക്ക് തീരുമാനിക്കാമെന്നും മന്ത്രി പറഞ്ഞു. ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് LDF സ്ഥാനാർത്ഥിയായി ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി സ്ഥാനവും MLA സ്ഥാനവും രാജിവെക്കുന്നതിന് തൊട്ടുമുൻപാണ് കെ രാധാകൃഷ്ണൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിലെ ധനാഭ്യർത്ഥനകളുടെ ചർച്ചയും വോട്ടെടുപ്പും നാളെ നടക്കും. അടുത്ത മാസം 25 വരെ നീളുന്ന സമ്മേളനം ഈ മാസം 10-നാണ് ആരംഭിച്ചത്. കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് ഒഴിവുവരുന്ന 3 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. മുസ്ലിം ലീഗിന്റെ ഹാരിസ് ബീരാൻ, കേരള കോൺഗ്രസ് എമ്മിന്റെ ജോസ് കെ മാണി, CPI-യുടെ PP സുനീർ എന്നിവരാണ് രാജ്യസഭാ അംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇത് സംബന്ധിച്ച ഉത്തരവ് നിയമസഭാ വരണാധികാരി പുറത്തിറക്കി. ജൂലൈ 1-നാണ് നിലവിലെ അംഗങ്ങളുടെ കാലാവധി അവസാനിക്കുന്നത്. സംസ്ഥാനത്തെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും വാർഡടിസ്ഥാനത്തിലുള്ള വോട്ടർ പട്ടികയുടെ പുതുക്കൽ ഈ മാസം പൂർത്തിയാകും. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനും ഒരു വാർഡിൽ നിന്നോ പോളിംഗ് സ്റ്റേഷനിൽ നിന്നോ സ്ഥാനമാറ്റം വരുത്തുന്നതിനും scc.kerala.gov.in എന്ന സൈറ്റിൽ ഓൺലൈനായി അപേക്ഷ നൽകാം. അപേക്ഷകളും പരാതികളും സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 21-ആണ്. 29-ന് അപ്ഡേഷൻ പൂർത്തിയാക്കി അടുത്ത മാസം 1-ന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. കേരളത്തിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. തെക്കൻ ജില്ലകളിൽ ഇന്ന് ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേരള തീരത്ത് ഇന്നും നാളെയും തമിഴ്നാട് തീരത്ത് നാളെ രാത്രി 11:30 വരെയും ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും ആന്ധ്ര തീരത്തിനും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടു. നാളെ ദേശീയ വായനാ ദിനം. വായനയുടെ വിശാലമായ ലോകം തുറന്നു നൽകിയ PN പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 എല്ലാ വർഷവും ദേശീയ വായനാ ദിനമായി ആചരിക്കുന്നത്. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി അടുത്ത ഒരാഴ്ചക്കാലം വായനാ വാരമായും ആചരിക്കുന്നു. ദിനാചരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ICC 2020 ലോകകപ്പിന്റെ സൂപ്പർ 8 മത്സരങ്ങൾക്ക് നാളെ തുടക്കമാകും. അമേരിക്കയും ദക്ഷിണാഫ്രിക്കയും തമ്മിലാണ് ആദ്യ മത്സരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.